നേരെ മ്യാൻമറിലേക്ക് പോകുന്നു. വൻ ഭൂചലനത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് മ്യാൻമറിലും ബാങ്കോക്കിലുമായി മരണസംഖ്യ 144 എന്നാണ് ഏറ്റവും പുതിയ വിവരം. 732 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ദുരന്തം നേരിടാൻ ഇരു രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചൈനയിലും ഇന്ത്യയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരന്തബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. പ്രാദേശിക സമയം 12:50 റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. 12 മിനിറ്റിന്റെ ഇടവേളയിൽ തുടർചലനങ്ങളുമുണ്ടായി. മ്യാൻമറിന് 16 കിലോമീറ്റർ അകലെ സഗൈങ്ങാണ് പ്രഭവ കേന്ദ്രം. മ്യാൻമറിൽ നിന്ന് 900 കിലോമീറ്റർ അകലെയുള്ള ബാങ്കോക്കിലും ഭൂചലനമുണ്ടായി. ഭൂചലനത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപതിച്ചു. ദേശീയപാതകൾ തകർന്നു. മ്യാൻമറിലെ രണ്ടാമത്തെ നഗരമായ മാൻഡിലെ തകർന്നടിഞ്ഞു. പ്രസിദ്ധമായ ആവാ പാലം ഇറവാടി നദിയിലേക്ക് തകർന്നു വീണു. 70 നിർമ്മാണ തൊഴിലാളികളെ കാണാതായതായി വിവരമുണ്ട്. നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് വിവരം. ഭൂചലനത്തെ തുടർന്ന് അടിയന്തര യോഗം വിളിച്ച മ്യാൻമാർ പ്രധാനമന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യം ഇതുവരെ നേരിടാത്ത പ്രതിസന്ധിയെ ശാന്തമായി നേരിടണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബാങ്കോക്കിലും മ്യാൻമാറിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ബാങ്കോക്കിൽ ഓഹരി വിപണിയിലെ വ്യാപാരം നിർത്തി. മെട്രോ റെയിൽ സർവീസുകൾ റദ്ദാക്കി. ചൈനയിലും ഇന്ത്യയിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. കൊൽക്കത്ത, ഇംഫാൽ, മേഘാലയയിലെ ഗാരോ കുന്നുകൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരിതബാധിതർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. തായ്ലൻഡിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു. ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയനും ദുരിതബാധിത മേഖലകളിൽ സഹായം വാഗ്ദാനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ഇനി എറണാകുളം കോതമംഗലത്ത് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. സ്വകാര്യ ബസ് ഡ്രൈവർ കോതമംഗലം സ്വദേശി സനലിനാണ് മർദ്ദനമേറ്റത്. സ്വകാര്യ ബസ് ജീവനക്കാരനായ അഭിയാണ് സനലിനെ മർദ്ദിച്ചത്. മർദ്ദന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഞാൻ ആലുവയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഈ പെരുന്നാളെ കൂടുമാഞ്ച ആലുവയും പെരുമ്പാവൂരൊക്കെ നല്ല ബ്ലോക്കാണ്. ഞാൻ മണപ്പുറം വരികയാണെന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ വെച്ച് വണ്ടിക്ക് ഇരിക്കുകയും കോതമംഗലത്ത് വെച്ച് വണ്ടി വട്ടം വെച്ചൊക്കെ ഇനി നീ വണ്ടി ഓടിക്കില്ലാന്നും പറഞ്ഞ് വണ്ടിക്കകത്ത് കയറി എന്നെ താക്കോലും എന്നെ സാധനം വെച്ചെന്നെ മുഖത്തോട്ടും കഴിക്കുന്നതും ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. മർദ്ദനമേറ്റ ഈ സനലെന്ന് പറയുന്ന സ്വകാര്യ ബസ് ജീവനക്കാരന്റെ പ്രതികരണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. റാഫി കരീം അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. റാഫി, എന്താണ് സംഭവം? കൃത്യമായ സനൽ പറഞ്ഞ ഓഡിയോയിൽ വ്യക്തതക്കുറവുണ്ടായിരുന്നു. എന്താണ് ഈ മർദ്ദനത്തെക്കുറിച്ച് സനൽ പറഞ്ഞത്? എന്താണ് അവിടെ സംഭവിച്ചത്? ആലുവ കോതമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ സമയക്രമം സംബന്ധിച്ചുള്ള തർക്കമാണ് ഇന്ന് മർദ്ദനത്തിൽ കലാശിച്ചിരിക്കുന്നത്. SMS എന്ന ബസിന്റെ ഡ്രൈവറായ സനലിനെ മറ്റൊരു സ്വകാര്യ ബസ്സായ അലൻ എന്ന ബസിന്റെ ഡ്രൈവറായ അബി അലക്സ് ആണ് മർദ്ദിച്ചിരിക്കുന്നത്. ഈ കോതമംഗലത്ത് വച്ചായിരുന്നു ഈ മർദ്ദനം നടക്കുന്നത്. ഈ ആദ്യം തന്നെ ഈ മർദ്ദനത്തിന്റെ കാരണം സമയക്രമം തെറ്റിച്ചു എന്നുള്ളതായിരുന്നു. ബ്ലോക്ക് മൂലം SMS എന്ന ബസ് അല്പം വൈകിയായിരുന്നു ഈ റൂട്ടിൽ സർവീസ് നടത്തിയത്. എന്നാൽ ഇത് അലൻ ബസിന്റെ ഡ്രൈവർ ചോദ്യം ചെയ്യുകയും പെരുമ്പാവൂർ നഗരത്തിൽ വെച്ച് ഈ അലൻ ബസ് ഈ SMS എന്ന ബസ്സിനെ ഇടിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കോതമംഗലത്ത് വെച്ച് ഈ അലൻ ബസ് വട്ടം വച്ചതിന് ശേഷം ഈ ഡ്രൈവർ ബസ്സിൽ നിന്നിറങ്ങി SMS എന്ന ബസ്സിന്റെ അകത്തു കയറി SMS ബസിന്റെ ഡ്രൈവറായ സനലിനെ മർദ്ദിച്ചത്. എന്തായാലും സനലിന്റെ തലയ്ക്ക് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. സനൽ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഈ അലൻ ബസിന്റെ ഡ്രൈവറായ അബി അലക്സിനെതിരെ കോതമംഗലം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ പോലീസ് എടുക്കുന്നതായിരിക്കും. നല്ല ക്രൂരമായ മർദ്ദനമാണ്. പരിക്കേറ്റ സനൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അവിടെ നിന്നാണ് സനൽ ഈ കാര്യങ്ങളൊക്കെ പ്രതികരിക്കുകയും ചെയ്തത്. റാഫി കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മാസപ്പടി കേസിൽ വിജിലൻസ് വരില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണമില്ല. അന്വേഷണ ഉത്തരവ് നൽകാൻ മതിയായ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പുനഃപരിശോധനാ ഹർജികൾ ഹൈക്കോടതി തള്ളിയത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഹർജിക്കാരനായ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ MLA
പ്രതികരിച്ചു. മാത്യു കുഴൽനാടൻ നൽകിയ തെളിവുകൾ കേസെടുക്കാൻ മതിയായതല്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഹർജി ഹൈക്കോടതി തള്ളിയത്. സംശയം തോന്നിക്കുന്ന രേഖകൾ മാത്രമാണ് മാത്യു കുഴൽനാടൻ നൽകിയത്. സംശയത്തിന്റെ പുറത്ത് പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താനാകില്ല. ഇത് പൊതുപ്രവർത്തകരെ കളങ്കപ്പെടുത്തുന്നതിന് കാരണമാകും. പൊതുപ്രവർത്തകരെ പ്രതിയാക്കി വിളിച്ചു വരുത്തുന്ന നടപടി ഗൗരവതരമാണെന്നും ഇത് പൊതുപ്രവർത്തകരുടെ അന്തസ്സിനെയും മാന്യതയെയും കളങ്കപ്പെടുത്തുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. അഴിമതി നടന്നുവെന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ ഇപ്പോൾ ഈ പെറ്റീഷനിൽ നിന്നും ഈ മെറ്റീരിയൽസിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്നാണ്. ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല. വിധി കൂടുതൽ വിശദമായി പഠിച്ചതിന് ശേഷം സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചും ഉചിതമായ നടപടി സ്വീകരിക്കും. ഹൈക്കോടതി ഉത്തരവ് സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മറുപടി ഇങ്ങനെ: എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ, വിഷു വരുന്നുണ്ട്, വിഷു ആശംസകളൊക്കെ. പ്രതിപക്ഷത്തിനേറ്റ വലിയ തിരിച്ചടിയെന്ന് നിയമമന്ത്രി P. രാജീവ്. യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കിട്ടാനുണ്ടോ? വിജിലൻസ് കോടതി തള്ളി, ഇവിടെ വന്ന് അതും തള്ളി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതൊന്നും ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമൂഹത്തോട് തുറന്നു പറയാനുള്ള ആർജവം പ്രതിപക്ഷത്തിനില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന സംഗതിയാണ്. CMRL ഉദ്യോഗസ്ഥരുടെ ഡയറി തെളിവാക്കി സ്വീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. മാസപ്പടി വിവരങ്ങൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും പ്രഥമ ദൃഷ്ട്യാ തെളിവല്ലാത്ത രേഖകൾ കോടതിക്ക് കേസെടുക്കാനുള്ള തെളിവായി സ്വീകരിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിശ്വാസ്യതയുള്ള രേഖകളുടെ അഭാവത്തിൽ മാസപ്പടി രേഖകൾ പരിഗണിക്കാനാവില്ലെന്നതാണ് കോടതി നിലപാട്. 24 കൊച്ചി. മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം തള്ളിയ ഹൈക്കോടതി വിധി CPIM-നും സർക്കാരിനും ഒരുപോലെ ആശ്വാസമാണ്. മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി തകർന്ന് തരിപ്പണമായെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഹൈക്കോടതി ഉത്തരവ് UDF-ന് തിരിച്ചടിയല്ലെന്നും ലാവ്ലിൻ കേസിന് സമാനമായ അനിശ്ചിതത്വം ഇതിലുമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL സേവനമൊന്നും നൽകാതെ 1.72 കോടി രൂപ കൈമാറിയെന്ന ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ സർക്കാരിനെയും CPIM-നെയും പിടിച്ചുകുലുക്കിയ വിവാദമാണ്. ഈ വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം വേണ്ട എന്ന ഹൈക്കോടതി ഉത്തരവ് അതുകൊണ്ട് തന്നെ സർക്കാരിനും CPIM-നും ഏറെ ആശ്വാസം പകരുന്നു. പ്രത്യേകിച്ചും 2026 നിയമസ്വാതന്ത്ര്യം മുന്നിൽ കണ്ട് സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഹൈക്കോടതി ഉത്തരവ് CPIM-ന്റെയും സർക്കാരിന്റെയും പ്രചരണത്തിന് ശക്തി പകരും. രാഷ്ട്രീയപ്രേരിതമായ ആരോപണത്തിലേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്നാണ് CPIM-ന്റെ ആദ്യ പ്രതികരണം. കുഴൽനാടൻ്റെ ഉണ്ടയില്ലാത്ത വെടി ഹൈക്കോടതി തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മഴവിൽ സഖ്യത്തിൻ്റെ ഒരു ആരോപണവും കൂടി തകർന്ന് തരിപ്പണായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വിജിലൻസ് അന്വേഷണ ആവശ്യം ഹൈക്കോടതി തള്ളിയത് UDF-ന് തിരിച്ചടിയാണ്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അനാവശ്യ ആരോപണം ഉന്നയിച്ച് അവഹേളിക്കാൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാകും CPIM-ൽ നിന്ന് നേരിടേണ്ടി വരിക. എന്നാൽ ഹർജി രാഷ്ട്രീയപ്രേരിതമാണെന്ന വിജിലൻസ് കോടതിയുടെ പരാമർശം ഹൈക്കോടതി റദ്ദാക്കിയത് UDF-ന് ആശ്വാസകരമാണ്. എന്തായാലും ആ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് നിയമപരമായ ലീഗലായിട്ടുള്ള പ്രശ്നമാണ്. വിജിലൻസ് കേസാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ മണി ലോണ്ടറിങ് ആക്ട് ആണോ PC ആക്ട് ആണോ നിലനിൽക്കുന്നത് എന്നുള്ളത് നിയമപരമായ പ്രശ്നം. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മാസപ്പടി കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച SFI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്കാണ്. എറണാകുളം മൂവാറ്റുപുഴയിൽ ആംബുലൻസിനെ കടത്തിവിടാതെ കാർ ഓടിച്ച സംഭവം ഇന്ന് 24 വാർത്തയാക്കിയിരുന്നു. അതിലിപ്പോൾ കാർ ഉടമ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അടിയന്തരമായി ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് സൈഡ് നൽകാൻ കഴിയാതിരുന്നത്. ആശുപത്രിയിൽ ഉടൻ എത്തുന്നതിന് വേണ്ടിയാണ് വേഗത്തിൽ പോയതെന്നും ദീപേഷ് എന്ന കാർ ഉടമ പറയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന വഴിയാണ്. PK ഗോപി എന്നാണ് പേര്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് അച്ഛന് ക്യാൻസർ ബാധിച്ച് നട്ടലിന് പൊട്ടലുകൊള്ള വളരെ സീരിയസോടുകൂടി പോകുന്ന വഴിയാണ്. അതിനിടയിലാണ് ആംബുലൻസിൻ്റെ ഇത് സംഭവിച്ചത്. അതിനുശേഷം ആംബുലൻസിനെ കയറ്റി വിടുകയും ആംബുലൻസിൻ്റെ ഡ്രൈവറോട് സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ കുറച്ച് ഭാഗത്തെ വീഡിയോകൾ മാത്രം എടുത്തിട്ടാണ് അത് സ്പ്രെഡാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിരിക്കുന്നതല്ല. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിനന്ദ്, ഇപ്പോൾ കാർ ഉടമയാണ്, ദീപേഷ് എന്ന കാർ ഉടമയാണ് 24നോട് സംസാരിച്ചത്. എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് ദീപേഷ് പറയുന്നത്?
പ്രജിൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയ ആംബുലൻസിനെ ഇത്തരത്തിലേക്ക് തടഞ്ഞു എന്ന് ചൂണ്ടിക്കാട്ടിയ ഒരു ദൃശ്യം പുറത്തു വന്നത്. ആ ദൃശ്യത്തിലാണ് ഇപ്പോൾ വിശദീകരണവുമായി വാഹന ഉടമ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ അച്ഛന് വലിയ രീതിയിലുള്ള അസുഖമുണ്ടായിരുന്നു. ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് ആംബുലൻസ് പുറകിൽ വന്നത്. ഇത് രണ്ടും ഒരേ അവസ്ഥയിലായതുകൊണ്ട് പെട്ടെന്ന് പോവുകയായിരുന്നു ചെയ്ത്. ആംബുലൻസ് വഴിയിൽ തന്നെ ഹോൺ അടിക്കുന്ന പശ്ചാത്തലത്തിൽ പിന്നീട് വാഹനത്തിന് സൈഡ് നൽകുകയും ആംബുലൻസ് ഡ്രൈവറുമായി സംസാരിച്ച് അത് ധാരണയിലെത്തിയെന്നും പറയുന്നു. പക്ഷേ ഇത്തരത്തിലൊരു വാർത്ത മുന്നോട്ട് പോകുമ്പോൾ അത് തങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുവെന്നും ദീപേഷ് 24നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പിനും ഇത്തരത്തിലേക്ക് മൊഴി നൽകുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദീപേഷ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആലുവ രാജഗിരി ആശുപത്രിയിലേക്കും ആ രോഗിയും ഒപ്പം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഡയാലിസിസിനായി എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രജിത്ത്, YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വരുന്ന വാർത്തയിലേക്ക് കടക്കുന്നു. അടിപിടി കേസിൽ കസ്റ്റഡിയിലുള്ള SFI പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് CPIM പ്രവർത്തകർ ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. നിലവിൽ തൊടുപുഴ ന്യൂമാൻ കോളേജിലുണ്ടായ സംഘർഷത്തിലാണ് SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ആദ്യം. രാഹുൽ വിജയൻ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ ഉപരോധം അത് ഇപ്പോഴും തുടരുകയാണോ? എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? വിവരങ്ങൾ. പ്രജിൻ, പോലീസ് സ്റ്റേഷൻ ഉപരോധം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈകിട്ടാണ് ഈ സംഘർഷം. വിദ്യാർത്ഥികൾ ന്യൂമാൻ കോളേജിലെ യാത്രയയപ്പുമായി ബന്ധപ്പെട്ട് കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിൽ, അതിൽ KSUSFI അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളല്ല, വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയാണ്. അതിലേതെങ്കിലും സംഘടനകളുടെ പിൻബലമോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അല്ലായിരുന്നു സംഘർഷം എന്നുള്ളത് ആദ്യമേ തന്നെ പറയുകയാണ്. അതിനിടയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തൊടുപുഴ പോലീസ് എത്തുന്നു. റോയി എന്ന് പറയുന്ന പോലീസിന്റെ SIയുടെ നേതൃത്വത്തിലാണ് ഈ പോലീസ് സംഘം അവിടെ എത്തുകയും ഈ കുട്ടികളെ പിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ പോലീസുകാർ ഒരു വിഭാഗം, അതായത് കുറച്ച് കുട്ടികളെ മാത്രം ഈ കസ്റ്റഡിയിലെടുക്കുന്നു. അതായത് SFIക്കാരായിട്ടുള്ള കുട്ടികളെ മാത്രം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി എന്നുള്ളതാണ് ഈ CPIM പ്രവർത്തകരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആരോപണം. അതിനാൽ ഈ റോയി എന്ന് പറയുന്ന പോലീസുകാർക്കെതിരെയും ഈ കുട്ടികൾ, ഈ CPIM പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് ഒരു വിഭാഗം കുട്ടികളെ മാത്രം, അതിൽ തെരഞ്ഞുപിടിച്ച SFI പ്രവർത്തകരായിട്ടുള്ള കുട്ടികളെ മാത്രം കസ്റ്റഡിയിൽ എടുത്തതിലാണ് ഈ പ്രതിഷേധം എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. നിലവിൽ 5 SFI പ്രവർത്തകരായ വിദ്യാർത്ഥികളാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPIMന്റെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. DYSP അടക്കമുള്ള സംഘം ഈ സ്റ്റേഷനിൽ ഉണ്ട് താനും. അവരുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ സ്റ്റേഷനകത്തേക്ക് കയറുന്ന അടക്കമുള്ള പ്രതിഷേധങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതിനൊരു ചെറിയ ശമനം വന്നിട്ടുണ്ട്. നിലവിൽ ഈ സ്റ്റേഷന് പുറത്ത് CPIM പ്രവർത്തകരും അതുപോലെ തന്നെ SFI പ്രവർത്തകരും ഉൾപ്പെടെ ഈ സ്റ്റേഷൻ ഉപരോധിക്കുകയാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. CPIMന്റെ പോലീസ് സ്റ്റേഷൻ ഉപരോധമാണ് തൊടുപുഴയിലുള്ളത് എന്നാണ് വാർത്ത. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റി. സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇരുണ്ട ദിനമെന്ന് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ നിലപാട് വ്യക്തമാക്കി. യശ്വന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുതെന്ന് അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തീർപ്പാക്കി. വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജ് യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തത്. ശുപാർശ അംഗീകരിച്ച് സ്ഥലം മാറ്റിയുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അലഹാബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. യശ്വന്ത് വർമ്മയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നും ബാർ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. യശ്വന്ത് വർമ്മയ്ക്ക് ജുഡീഷ്യൽ ചുമതലകൾ നൽകരുതെന്ന് അലഹാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അതിനിടെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തീർപ്പാക്കി. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ജസ്റ്റിസ് അഭയ സോക്ക അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. 24 ഡൽഹി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കൂടുതൽ ശക്തമാക്കാൻ ആശാ വർക്കേഴ്സ്. സമരത്തിന്റെ 50-ാം ദിവസം തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് സമരസമിതി പ്രഖ്യാപിച്ചു. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിച്ചെന്ന് സമരസമിതി ആരോപിച്ചു. ആശമാരുടെ ആനുകൂല്യങ്ങൾ ഉയർത്തി എന്ന കോൺഗ്രസ് BJP പ്രഖ്യാപനങ്ങൾ കബളിപ്പിക്കലാണെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു.
ആശമാരുടെ രാപ്പകൽ സമരം 47-ാം ദിവസത്തിലാണ്. നിരാഹാരം 9-ാം ദിവസത്തിലും. തിങ്കളാഴ്ച സമരം 50 ദിവസം തികയും. അന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് സമരം നടത്താനാണ് ആശമാരുടെ തീരുമാനം. സ്ത്രീകളെ സംബന്ധിച്ചോളം മുടി എന്ന് പറയുന്നത് വളരെ വൈകാരികമായൊരു വിഷയമാണ്. പക്ഷേ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമുണ്ട്. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ ഇവിടെ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കല്ലെറിയാനോ കത്തിക്കാനോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതും ഒരു സ്വയം പീഡ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസ് BJP ഉൾപ്പെടെ ഭരിക്കുന്ന നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ആശമാർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പ്രഖ്യാപനങ്ങൾ പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് മന്ത്രി MB രാജേഷ്. സർക്കാർ കൊടുക്കില്ല എന്നുള്ളതല്ല പ്രശ്നം. സാധാരണഗതിയിൽ അത് സാധ്യമാവില്ല എന്നുള്ളതാണ്. ഓണറേറിയം മാത്രം മതി എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമരം എങ്ങനെയാണോ ആശാ വർക്കർമാരെ വഞ്ചിക്കുന്നത് അതുപോലെ വഞ്ചിക്കുന്നൊരു തട്ടിപ്പാണ് ഇപ്പോൾ UDFും BJPയും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വർധനവ്. നിരാഹാര സമരം ആരംഭിച്ച ശേഷം സർക്കാർ സമരക്കാരെ ഇതുവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല. സമരം ചെയ്യുന്നവർക്ക് ഫെബ്രുവരി മാസത്തെ ആനുകൂല്യങ്ങൾ പ്രതികാര നടപടിയുടെ ഭാഗമായി നിഷേധിച്ചെന്നും ആരോപണമുണ്ട്. സമരത്തിന് പിന്തുണയുമായി വിവിധ ജില്ലകളിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 7 മുതൽ 26 രൂപ വരെ കൂട്ടി കേന്ദ്ര സർക്കാർ. കേരളത്തിലെ തൊഴിലാളികളുടെ പ്രതിദിന വേതനം 23 രൂപ വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത 2% വർദ്ധിപ്പിക്കാനും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 2025-26 സാമ്പത്തിക വർഷത്തേക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള വേതനം 2 മുതൽ 7% വരെയാണ് വർദ്ധിപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലായി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിദിന വേതനം 7 മുതൽ 26 രൂപ വരെ കൂട്ടി. കേരളത്തിൽ 23 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിദിന വേതനം 346 രൂപയിൽ നിന്ന് 369 രൂപയാകും. ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ വേതന വർധന. 26 രൂപയാണ് കൂട്ടിയത്. ഇതോടെ ഹരിയാനയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിദിനം 400 രൂപ ലഭിക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, അസം, നാഗാലാൻഡ്, തെലങ്കാന എന്നീ 5 സംസ്ഥാനങ്ങളിൽ 7 രൂപയാണ് കൂട്ടിയത്. ഏപ്രിൽ 1 മുതൽ പുതിയ വേതന നിരക്ക് പ്രാബല്യത്തിൽ വരും. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും വർദ്ധിപ്പിച്ചു. 2% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. അടുത്ത ജനുവരി 1 മുതൽ വർധന പ്രാബല്യത്തിൽ വരും. 24 ഡൽഹി. തിരുവനന്തപുരം കഴക്കൂട്ടത്തു നിന്നൊരു വാർത്ത വരുന്നു. അവിടെ 1 കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരിക്കുന്നു. 2 ഇടങ്ങളിൽ നിന്നായി കണ്ടെത്തിയത് 2000 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളാണ്. കേസിൽ അസം സ്വദേശി അജ്മൽ അലി എന്നയാൾ പിടിയിലായി. മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, വിശദാംശങ്ങൾ എന്താണ്? പ്രജനി, തിരുവനന്തപുരം കഴക്കൂട്ട് നിന്നാണ് ഇത്തരത്തിൽ ഒരു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്ത വ്യാപാര വിപണന കേന്ദ്രത്തിന് ഇപ്പോൾ പിടിവീണിട്ടുള്ളത്. എക്സൈസ് സംഘം ഇപ്പോൾ ആ പ്രതിയെ അടക്കം അസം സ്വദേശിയായിട്ടുള്ള അജ്മലിനെ അടക്കം പിടികൂടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പിടികൂടിയിട്ടുള്ളത് 2000 കിലോയോളം വരുന്ന 1 കോടിയോളം വിപണിയിൽ വിലയുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. അവ അവയിലേക്ക് എത്തുന്ന ഒരു വഴി എന്ന് പറയുന്നതും നേരത്തെ ഇന്ന് രാവിലെ നെയ്യാറ്റിൻകരയിൽ നിന്ന് 30 കിലോയോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴക്കൂട്ടത്തേക്കും ഈ മൊത്ത വ്യാപാര ഗോഡൌണിലേക്കും എക്സൈസ് സംഘം ഇന്ന് രാത്രിയോടെ എത്തുകയും ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ എക്സൈസ് സംഘം അറിയിക്കുന്നത് ഈ സംഘത്തിൽ അസം സ്വദേശികളായിട്ടുള്ള ഈ പ്രതികളുടെ സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. എന്തായാലും ഇപ്പോൾ പൂട്ടുവീണിട്ടുള്ളത് ഒരു മൊത്ത വ്യാപാര വിപണന കേന്ദ്രത്തിൽ തന്നെയാണ്. ആ ഗോഡൌണിൽ നിന്നും ഈ പ്രതികളുടെ വീട്ടിൽ നിന്നുമാണ് ഈ 2000 കിലോയോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കൂടി വരുന്നുണ്ട്, അതിലേക്കാണെങ്കിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ നിന്നും ഏകദേശം 30 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നം കണ്ടെത്തി. അതിൽ പയറ്റുവിളയിലെ അലി എന്ന് പറഞ്ഞ ഒരു ഹിന്ദിക്കാരിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. തുടർന്ന് ഈ അലി നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടത്ത് മേനാംകുളത്തും കുളത്തൂർ ആറ്റിൻകുഴിയിലുള്ള അജ്മൽ എന്ന് പറഞ്ഞ ആളുടെ റൂം പരിശോധിച്ചതിൽ ഏകദേശം അത് രണ്ട് വീടുകളിലായിട്ട് ഏകദേശം ഒരു 8000 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നം കണ്ടെത്തി. ഈ കണ്ടെത്തിയ പുകയില ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ ഏകദേശം 1 കോടി രൂപ അടുപ്പിച്ച് വിലയുണ്ട്. ബാക്കി നിയമനടപടികൾ ബാക്കി ചെയ്യുന്നതായിരിക്കും. ബാക്കി നിലമ്പൂരിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. മെയ് മാസത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കാൻ മലപ്പുറം ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദിന്
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. അന്തിമ വോട്ടർ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കണം. മെയ് മാസത്തോടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അംഗത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നൊരുക്കം ഏകോപിപ്പിക്കാനുള്ള ചുമതല രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാറിന് നൽകി. LDF-ൽ M സ്വരാജിനാണ് ചുമതല. നിലമ്പൂരിലേത് അഭിമാന പോരാട്ടമാകും മുന്നണികൾക്കും പാർട്ടികൾക്കും. സർക്കാരിനെയും CPIM-നെയും വെല്ലുവിളിച്ച് PV അൻവർ നീങ്ങുമ്പോൾ എന്ത് വില കൊടുത്തും സീറ്റ് നിലനിർത്താനാണ് LDF ശ്രമം. പുതിയ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. സാമുദായിക വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കാനാണ് BJP ശ്രമം. 24 മലപ്പുറം. BJP-യിൽ സംസ്ഥാന ഘടകത്തിൽ അടിമുടി ശൈലി മാറ്റത്തിന് തീരുമാനം. 30 സംഘടനാ ജില്ലകളെ 5 മേഖലകളാക്കി തിരിച്ച് 5 മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകും. പാർട്ടിയുടെ നയം പറയാൻ നേതാക്കളെ ചുമതലപ്പെടുത്താനും ഇന്ന് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. എല്ലാ മുതിർന്ന നേതാക്കൾക്കും ചുമതല ലഭിക്കുന്ന രീതിയിൽ അധികാരം താഴെത്തട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുന്ന ശൈലി. 30 സംഘടനാ ജില്ലകളെ 5 മേഖലകളായി തിരിച്ച് 5 മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകാൻ തീരുമാനമായി. ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ, C കൃഷ്ണകുമാർ, P സുധീർ, MT രമേശ് എന്നിവരാണ് താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനം ഏകോപിപ്പിക്കുക. ഏപ്രിൽ 15-നകം ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. അതേപ്പറ്റിയെല്ലാം പാർട്ടി കോർ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അത് ഊർജിതമാക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടികളും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം BJP-യിൽ അടിമുടി ശൈലി മാറ്റത്തിനും പുതിയ അധ്യക്ഷൻ തുടക്കം കുറിച്ചിട്ടുണ്ട്. മാധ്യമ നയത്തിൽ മാറ്റം വരുത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കി. പാർട്ടിയുടെ നയം പറയാൻ നേതാക്കളെ ചുമതലപ്പെടുത്തും. അധ്യക്ഷൻ മാത്രം മാധ്യമങ്ങളെ കാണുന്ന രീതി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങാനും രാജീവ് ചന്ദ്രശേഖർ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് വീണ്ടും പോലീസിനു നേരെ ആക്രമണം. വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ ഇടിച്ചു തെറിപ്പിച്ചു. വിഴിഞ്ഞത്താണ് ഈ സംഭവം ഉണ്ടായത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇത് ആരാണ് ഇടിച്ചു തെറിപ്പിച്ചതെന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അതിന്റെ അന്വേഷണം എങ്ങനെ നടക്കുന്നു? ഒപ്പം തന്നെ ഈ പരിക്കേറ്റ പോലീസുകാരന്റെ നില എന്താണ്? പ്രജി, ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം തിരുമലയിൽ പോലീസിനെ ആക്രമിച്ച ആദ്യ സംഭവം നമ്മൾ കേട്ടത്. അതായത് കാപ്പ കേസ് പ്രതിയെ പിടികൂടാൻ പോയപ്പോഴായിരുന്നു പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ SI-യെ ക്രിമിനൽ ആക്രമിച്ചത്. ഇതിന് പിന്നാലെ ഇന്ന് വൈകിട്ട് വിഴിഞ്ഞത്ത് വാഹന പരിശോധനയ്ക്കിടെ സിവിൽ പോലീസുകാരനെ ബൈക്ക് ഇടിച്ചിട്ട് കടന്നു കളഞ്ഞു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിഴിഞ്ഞം സ്റ്റേഷനിലെ CPO രാകേഷിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. രാത്രി 8:25 കൂടിയായിരുന്നു ഈ സംഭവം. വിഴിഞ്ഞം SHOയുടെ നേതൃത്വത്തിൽ മറ്റൊരു വാഹനം പരിശോധിക്കുന്നതിനിടയിലെത്തിയ ബൈക്കിന് കൈ കാണിച്ചുവെങ്കിലും 2 പോലീസുകാരെ വെട്ടിച്ച് അമിത വേഗതയിലെത്തിയ ബൈക്ക് രാകേഷിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല, അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തിൽ ഇടുപ്പ് ഭാഗത്ത് ഗുരുതര പരിക്കേൽക്കുകയും കയ്യിൽ മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ SHOയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഇടിച്ചിട്ട വാഹനം കണ്ടെത്താനായി പ്രദേശത്തെ CCTV-കൾ കേന്ദ്രീകരിച്ച് പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. പ്രജിൻ, ശരി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24-ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles.
SKN40 കേരള യാത്രയുടെ എറണാകുളം ജില്ലാ പര്യടനം പുരോഗമിക്കുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയുടെ ആദ്യദിന പര്യടനം മരടിൽ സമാപിച്ചു. നാളെ മറൈൻ ഡ്രൈവിൽ നിന്ന് പര്യടനം പുനരാരംഭിക്കും. ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഉപാധികളില്ലാത്ത പിന്തുണയുമായി വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലെ കർഷകരും നാട്ടുകാരും. നാടിനെ കാർന്നു തിന്നുന്ന ലഹരിയെ പടിക്ക് പുറത്ത് നിർത്താനുള്ള ഇടപെടലുകൾക്ക് ഐക്യദാർഢ്യവുമായി ജനപ്രതിനിധികളും SKN40 കേരള യാത്രയുടെ ഭാഗമായി. വാഴക്കുളത്തിന്റെ ചിഹ്നം ഇതാണോ? അതെ അതെ. ഇവിടുന്ന് ഒരു എത്രായിരം കോടിയുടെ പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നുണ്ടാവും? 2000 കോടി രൂപയുടെ പൈനാപ്പിൾ ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പൈനാപ്പിളാണ് ലഹരി. ഇവിടെ മധുരം നാടുകൾക്ക് മധുരം വിളറിക്കൊണ്ട് അത് ചെറുപ്പക്കാരായ ആളുകൾ കടന്നു വരുന്ന ഈ കൃഷിയിലേക്ക് കടന്നു വരുന്ന അവരുടെ നല്ലൊരു ജീവിത ലക്ഷ്യത്തിൽ അവർ കൈവരിക്കുന്നുണ്ട്. കഞ്ചാവും MDMA ഒന്നും ഇവിടെ കഞ്ചാവിനൊന്നും പോകാൻ ഇവർക്ക് സമയമില്ല. മൂവാറ്റുപുഴ നഗരത്തിൽ ജനപ്രതിനിധികളും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരും യാത്രയ്ക്കൊപ്പം ചേർന്നു. ഏറ്റവും പുതിയ കാറുകളിലൊക്കെ നമ്മുടെ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള മാഫിയ പ്രവർത്തിക്കുന്നതായിട്ട് അത്തരം മാഫിയ കേന്ദ്രീകരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് 2 ദിവസം മുമ്പ് ഒരു പരിശോധന നടത്തിയിരുന്നു. അതേ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു 3 പേരെ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിറവം ചിന്മയ വിദ്യാപീഠ് ഗ്ലോബൽ ക്യാമ്പസിൽ കേരള യാത്രയ്ക്ക് അകമഴിഞ്ഞ പിന്തുണ. കേരളത്തിൽ അതിവേഗം പടരുന്ന സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ആളുകളുടെ സ്വഭാവം മാറ്റിമറിക്കുന്നു. വല്ലാത്ത ക്രൂരത ചെയ്യാൻ, നൃത്തമായി പെരുമാറാൻ, പെറ്റമ്മയെ കൊന്നു കൊലപ്പെടുത്താനുമൊക്കെ ആളുകൾ തയ്യാറാകുന്നു. ലഹരി വ്യാപനം സർവശക്തിയും എടുത്ത് തടയുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. രാത്രി മരടിൽ നടന്ന പൊതുയോഗത്തിലും നിരവധി ആളുകളെത്തി. മാർഗമധ്യേ കണ്ട എക്സൈസ് ഇൻസ്പെക്ടർമാരൊക്കെ പറയുന്നു, പോലീസിനും ഈ വിളികൾ കാരണം ഇരിക്കാൻ വയ്യ. അമ്മമാർ വിളിച്ചു പറയുന്നു, മകനെ കൊണ്ട് ശല്യമാണ്. നിങ്ങൾ കണ്ടതാണല്ലോ, സ്വന്തം മകനെ പേടിച്ച ഒരമ്മ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു ഒരു MDMA-കാരൻ മകനെ. നമ്മുടെ നാട്ടിൽ MDMA ഉണ്ടാക്കുന്ന അതിരൂക്ഷമായ ക്രമസമാധാന പ്രശ്നം അത് നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. നമ്മൾ ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. നാളെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ മോർണിംഗ് ഷോയുടെ 2ാം ദിന പര്യടനം ആരംഭിക്കും. 24 കൊച്ചി. SKN40 കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ലഹരി വിരുദ്ധ യാത്ര നെട്ടൂരിലെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും ഇന്നെത്തി. ലഹരിക്കെതിരായ യാത്രയിൽ 24-നൊപ്പം ഉണ്ടാകുമെന്ന് VPS ലേക്ക് ഷോർ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ ഒന്നാണ് VPS ലേക്ക് ഷോർ. VPS ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിന്റെ നേതൃത്വത്തിൽ ആശുപത്രി വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ലഹരിക്കെതിരായ SKN40 കേരള യാത്രയ്ക്ക് ലേക്ക് ഷോറിന്റെ പൂർണ്ണ പിന്തുണ. എൻ്റെ 40 കൊല്ലക്കാല ജീവിതത്തിനിടയിൽ ഏറ്റവും വലിയൊരു സാമൂഹിക ദൗത്യം ഞാൻ ഏറ്റെടുത്തപ്പോൾ ഡോക്ടർ ഷംസീർ വയലും അദ്ദേഹത്തിൻ്റെ VPS ലേക്ക് ഷോറും വലിയ പിൻബലമാണ് നൽകിയിരിക്കുന്നത്. ലഹരിയെ മുഴുവനായി കേരളത്തിൽ നിന്നില്ലാതാക്കാൻ ഈ യാത്രയ്ക്ക് സാധിക്കട്ടെ എന്ന് VPS ലേക്ക് ഷോർ മാനേജിംഗ് ഡയറക്ടർ SK അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ ഈ ദൗത്യത്തിന് സർവാത്മന പിന്തുണ നൽകാൻ അന്ന് തന്നെ നമ്മുടെ ചെയർമാനായ ഡോക്ടർ ഷംഷീർ വയൽ തീരുമാനിച്ചപ്പോൾ അത് 2 കൈകെട്ടി നമ്മൾ സ്വീകരിക്കുകയും അത് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ അവരോടൊപ്പം ഉണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഡി അഡിക്ഷൻ സെന്ററിൽ എത്തുന്നവരുടെ ഭീകരാവസ്ഥ ഡോക്ടർ സേവ്യർ PJ സരസമായി അവതരിപ്പിച്ചുവെങ്കിലും ഉള്ളുലയ്ക്കുന്നതായി. എന്റെ നേർക്ക് ഒരു പേഷ്യന്റ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഓടി വന്നു. എന്റെ ഹാർട്ട് നിൽക്കാൻ പോവുമായിരുന്നു. എന്റെ ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അടുത്തെത്തിയ അദ്ദേഹം കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറാണ് എന്നെ രക്ഷിച്ചു. ഉടനെ എന്റെ ശ്വാസമൊക്കെ പോയി തുടങ്ങിയത്. കാരണം എനിക്ക് എന്താ കിട്ടാൻ പോണെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇന്ന് ആ കുട്ടീനെ വിടുമ്പോ അമ്മ പറയുന്നു, സാർ ഞങ്ങളെ രക്ഷിച്ചു, ആ കുട്ടീനെ തിരിച്ചു കിട്ടിയില്ലേ. അപ്പൊ അതൊരു വളരെ നല്ല പണത്തേലും എന്തിനേലും കൂടുതൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ലഹരിയിൽ നിന്ന് വിമുക്തരായവർ അതിന്റെ ഭീകരാവസ്ഥയും വ്യക്തമാക്കി. യാത്രയോടനുബന്ധിച്ച് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. 24 കൊച്ചി.
ആർ ശ്രീകണ്ഠനായർ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24-ന്റെ SKN40 എന്ന കവറുള്ള പ്രത്യേക യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഈ തത്സമയ സംപ്രേഷണമടക്കം ലഭ്യമാണ്.